വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം രാജ്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് മിഡോരി ഡേയ്സ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അന്ന് രാത്രി തേജിയുടെ സ്കൂളത്തെ ആ പെൺകുട്ടിയില്ലേ, ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആ പെൺകുട്ടി ഇരുന്ന് പ്ലാനൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സേജിനെ എങ്ങനെ വളയ്ക്കാം, ഈ പ്ലാനുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സേജ് എന്തായാലും എന്നെ ഗേൾ ഫ്രണ്ട് ആക്കും. അങ്ങനെയൊക്കെ ഇരുന്ന് രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് പ്ലാനൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ സേജിന്റെ അവള് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ സേജ് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, എന്താണ് അവള് ഇങ്ങനെ ലേറ്റ് ആവുന്നത്, നല്ലൊരു സിനിമയല്ലേ, അത് സ്റ്റാർട്ടിങ് തൊട്ട് കാണണ്ടേ, എന്താണ് ഇത്രയും വൈകുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മിഡോരി ആവട്ടെ, അയ്യോ ഇവന് ഡേറ്റിങ്ങിന് പോവാണല്ലോ, എന്തായിരിക്കും ചെയ്യണ്ടാവുക, എന്റെ ഫീലിങ്സ് ഞാനെങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മുടെ സേജിക്കോ അതിന് ഒരു ഫീലിങ്സും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും അവന് ഇഷ്ടപ്പെട്ട മൂവി കാണണം, ആ ഒരു തിങ്കിങ്ങിലായിരിക്കും അവൻ ഇരിക്കുക. അപ്പത്തേനും സേജിയുടെ ക്ലാസ്മേറ്റ് വരും. എന്നിട്ട് അവള് പറയും, ഞാൻ വന്നു, ലേറ്റ് ആയിന് സോറി എന്ന് പറയും. ഇപ്പൊ മിട്ടോരി നോക്കുമ്പോ അവള് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സായിരിക്കും ഇട്ടിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പൊ മിട്ടോരിയുടെ തലയിൽ കൂടെ വണ്ടി ഓടുണ്ടാവും. അപ്പൊ അവളിങ്ങനെ മനസ്സിൽ കരുതും, ഞാൻ പ്രിറ്റി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത്, സേജി വന്ന് നോക്ക്, ഇപ്പൊ എന്റെ അടുത്ത് ലവ് യു എന്ന് പറയുന്നു പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ സേജിയുടെ മുഖമൊക്കെ മാറും ട്ടോ. അപ്പൊ അവള് ചോദിക്കും, എന്താ എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. അപ്പൊ സേജി പറയും, ഒരു ചെറിയ മൂവിക്ക് നീ എന്തിനാ ഇങ്ങനെയൊക്കെ വേഷം ഇട്ടിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട്, പോട്ടെ എന്ന് പറഞ്ഞ് നാം പോവാന്ന് പറഞ്ഞ് സേജ് പോകും. അപ്പൊ അവളുടെ ഫസ്റ്റത്തെ പ്ലാന് പിന്നെ ഔട്ടാവും. അപ്പൊ അവൾക്ക് സങ്കടാവും. പക്ഷെ അവള് വിട്ടുകൊടുക്കില്ല. ഇന്ന് എന്റെ ദിവസമാണ്, എന്തായാലും സേജിനെ ബോയ് ഫ്രണ്ട് ആക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്, എന്റെ ദിവസമാണെന്ന് പറഞ്ഞിട്ട് അവള് എല്ലാ ധൈര്യവും സംഭരിച്ചിട്ട് പോകും. അപ്പൊ അവരങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവള് പറയും, ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിയേറ്ററിലേക്ക് എത്താന്ന് പറയും. നോക്കുമ്പോ അവിടെ നല്ല ക്രൗഡായിരിക്കും. അവളുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിക്കും തിരക്കും കാരണം കൊണ്ട് വീഴാൻ പോകുമ്പോഴത്തേനും പെട്ടെന്ന് സേജി ഇങ്ങനെ അവളെ കോരി എടുത്തോണ്ട് നടന്നുകൊണ്ട് പോകുമ്പോ ലവ് ക്ലിക്ക് ആവുമെന്ന് പറഞ്ഞിട്ട് അടുത്ത പ്ലാൻ ആയിരിക്കും അത്. അങ്ങനെ പ്ലാൻ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേനും അവൾ അങ്ങനെ തടുക്കി വീഴുകയും ചെയ്യും. അപ്പൊ അവളിങ്ങനെ സേജി വരൂ എന്നെ പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവായിരിക്കും. പോയിട്ട് അവള് പോയി കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ചിട്ട് എന്ത് സേജി ഇത്രയും കോൾഡായിട്ട് ഹാർഡായിട്ട് ഇരിക്കണെന്ന് പറഞ്ഞ് നോക്കുമ്പോ അത് അവിടെ ഒരു പ്രതിമയായിരിക്കും. അപ്പൊ എല്ലാവരും അവിടെ നിൽക്കുന്നവര് മൊത്തം ഇവളിങ്ങനെ നോക്കുകയായിരിക്കും, ഇവളിങ്ങനെ പോയി പ്രതിമേനെ കെട്ടിപ്പിടിക്കണേന്ന്. അപ്പൊ നമ്മുടെ സേജി അവിടെ നിന്നിട്ട് പറയും, സമയായി, മൂവി ഇട്ടിട്ടുണ്ടാവും, വേഗം വാ പോവാന്ന് പറയും. എന്നിട്ട് അവള് പറയും, ഓ ഇട്ടും പോയോ, സാരമില്ല പോട്ടെ, എന്റെ അടുത്ത പ്ലാൻ എന്തായാലും സക്സസ് ആവാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആ പ്രതിമേനെ പോലെ അവിടെ നിൽക്കും. അപ്പൊ എല്ലാരും അവിടെ ഉള്ളവരെല്ലാവരും കൈയടിക്കാൻ തുടങ്ങും. ഇവര് പോയ മൂവി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു ഹൊറർ മൂവി ആയിരിക്കും. അപ്പൊ ചേച്ചി അവിടെ ഇരുന്നിട്ട് പറയും, ഞാൻ കുറേ കാലമായി സിനിമ കണ്ടിട്ട്, താങ്ക്സ് എനിക്ക് ടിക്കറ്റ് തന്നേനൊക്കെ പറയും. അപ്പൊ അവള് പറയും, അതൊന്നും കുഴപ്പമില്ല പറയും, ഞാൻ ആ ടിക്കറ്റ് വേസ്റ്റ് ആവണ്ടെന്ന് കരുതിയതേ ഉള്ളൂ. അപ്പൊ ലൈറ്റ് ഒക്കെ ഓഫ് ആകും തിയേറ്ററിൽ. അപ്പൊ നമ്മുടെ മിഡോരി പതുക്കെ ചേച്ചീന്റെ കയ്യിൽ നിന്ന് പുറത്തു ഊരി വരും. എന്നിട്ട് അവൾ അവിടെ ഇരിക്കും. അപ്പൊ പ്ലാൻ 3 എന്താന്ന് നോക്കി കഴിഞ്ഞാൽ, ഇവള് ഹൊറർ മൂവിക്കല്ലേ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടാവുക ചേച്ചീനെ. ഹൊറർ മൂവി കാണുമ്പോ എന്തായാലും പേടിക്കുമല്ലോ. പേടിക്കുമ്പോഴത്തേനും ചേച്ചീനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അങ്ങനെ അവളെ നോക്കുമ്പോഴത്തേനും, ഞാൻ പേടിച്ചത് കാരണം കൊണ്ട് കെട്ടിപ്പിടിച്ചതാണ് എന്ന് പറയും. അപ്പൊ അവൻ പറയും, കുഴപ്പമില്ല, നീ എന്നെ இன்னுം ടൈറ്റ് ആയിട്ട് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ലവ് കണക്ഷൻ സക്സസ് ആവുമല്ലോ. അവൾ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ നല്ലൊരു ഹൊറർ സീൻ വരും. അവള് ഇതാണ് സമയം എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് പോകുമ്പോഴത്തേനും മിഡോരി അവിടെ കിടന്ന് കാറി പോയി സേജിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുണ്ടാവും. അപ്പൊ നമ്മുടെ സേജ് ആകെ ഒരുമാതിരിയായിട്ട് വേഗം അവളെ എടുത്ത് മൂടി വെക്കും. അപ്പൊ അവള് ചോദിക്കും, എവിടുന്ന് ആ സൗണ്ട് വന്നത് എന്ന് ചോദിക്കും. അപ്പൊ സേജ് പറയും, എനിക്കറിയില്ല, എന്റെ പുറകിൽ നിന്നായിരിക്കും വന്നിട്ട്, അങ്ങനെ ആരെങ്കിലും കാറിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ മിഡോരിനെ എടുത്ത് അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവള് കാറില്ല, ഞാൻ അടുത്ത ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓരോരോ ഹൊറർ സീൻ വരുമ്പോഴും ഇവള് കെട്ടിപ്പിടിക്കാൻ നോക്കും. അതൊക്കെ ഫെയിൽ ആയി പോകും. ഇവള് കറക്റ്റ് ആയിട്ട് പോണ സമയം അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെയൊക്കെ ആയിരിക്കും പോയിക്കൊണ്ടിട്ടുണ്ടാവുക. എന്നിട്ട് അവള് ചുമ്മാ ഇരിക്കാണ്ട് അവള് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൈ എടുത്ത് സേജിന്റെ കൈയിന്റെ മുകളിൽ വെക്കും, നമ്മുടെ മിഡോരിന്റെ മേലെ. എന്നിട്ട് അവൾ ആലോചിക്കുകയാണ്, എന്ത് സേജിന്റെ കൈ ഇങ്ങനെ ഹെയറി ആയിട്ട് ഇരിക്കുന്നത്, ഇതെന്താ ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ടോണ്ടിരിക്കുകയായിരിക്കും. കാരണം തിയേറ്ററിന്റെ ഉള്ളിൽ ഇരുട്ടാവില്ലേ. അപ്പൊ സേജി ഇങ്ങനെ ആലോചിക്കുക, എന്റെ കയ്യിൽ ആരും ഇക്ലി ആക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ ഇവള് കൈയിനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ സേജി ഷോക്കാവും, എന്താ ഇവള് ചെയ്യണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സേജിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് സേജി കൈ എടുത്ത് അവളുടെ കൈയിന്റെ മേലെ കൂടെ വെക്കും. അപ്പൊ അവൾക്ക് സന്തോഷമാവും. അപ്പൊ അവൾ അവിടെ ഇരുന്നിപ്പോ സേജി എന്ന് പറഞ്ഞിട്ട് സേജിനെ ഇങ്ങനെ നോക്കും. ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തൊരു ഉറങ്ങി കിടപ്പുണ്ടാവും. മൂവി കണ്ടിട്ട് അവന്റെ കൈയായിരിക്കും എടുത്ത് അവളുടെ കൈയിന്റെ മേലെ വെച്ചിട്ടുണ്ടാവുക. എന്നിട്ട് സേജി ആലോചിക്കുമ്പോ കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരി, എന്റെ അമ്മേ എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പുറത്തിരിക്കുന്ന ആളുടെ കൈ എടുത്ത് വെച്ചില്ലേ, അതിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ മൂവി കഴിഞ്ഞ് അവര് വെളിയിൽ വരും.
എന്നിട്ട് സേജി പറയും എന്തായാലും സൂപ്പർ മൂവി ആയിരുന്നു, എനിക്ക് ഇങ്ങനത്തെ ഹൊറർ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ നടക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ മിഡോരി ഇപ്പം തീർവ് കിട്ടിയല്ലോ, നമ്മള് വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു പോയി. അപ്പൊ സേജിന്റെ ക്ലാസ്മേറ്റ് ഇങ്ങനെ ടൈം നോക്കിയിട്ട് എന്റെ ഫൈറ്റ് ഇനിയുള്ള ടൈം ഇന്നും തീർന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് പറയും, ഞാനിന്ന് രാവിലെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫുഡ് നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിന് വേസ്റ്റ് ആവുമല്ലോ എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജ് വെറുതെ ഇരിക്കാണ്ട് അതെന്തിനാ നീ വേസ്റ്റ് ആക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ക്ലാസ്മേറ്റ് ചോദിക്കും, അപ്പൊ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ വരാന്ന് പറഞ്ഞിട്ട് ചോദിക്കും. എന്നിട്ട് അവള് പറയും, എന്നാ എന്റെ വീട്ടിലേക്ക് വായോ, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറയും. അപ്പൊ നമ്മുടെ സേജ് 10 ദിവസം പട്ടിണി കിടക്കുന്ന പോലെ ചോറോ ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് നമുക്ക് പോവാന്ന് വേണ്ടിട്ട് പറയും. അപ്പൊ മിഡോരി പ്ലിങ് ആവും. എന്നിട്ട് അവള് പറയും, അതിന്റെ മുമ്പ് എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ പോവാനുണ്ട്, അപ്പൊ നീ എന്റെ കൂടെ വരുമെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ സേജി പറയും, നീ എവിടെ പോവാണെന്നുണ്ടെങ്കിലും ഞാൻ വരാന്ന് പറയും. എന്നിട്ട് മിഡോരി വേഗം സേജിനെ അപ്പുറത്തേക്ക് വലിച്ചോണ്ട് പോകും. എന്നിട്ട് മിഡോരി ചോദിക്കും സേജിന്റെ അടുത്ത്, സേജി ശരിക്കും അവള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് തന്നെയാണോ വിളിക്കുന്നേ, അവള് വേറെ എന്തോ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേന്ന് ചോദിക്കും. അപ്പൊ സേജി പറയും, ഇത് നമ്മുടെ ടാക്കൊക്കെ അല്ലേ, അങ്ങനെയൊന്നും അവള് കരുതിയിട്ടുണ്ടാവില്ല, പിന്നെ എന്റെ ഈ മാസത്തെ അലവൻസ് ഒക്കെ തീർന്നു, ഇതിപ്പോ പ്രീ മെയിലല്ലേ, നമുക്ക് പോവാന്ന് പറയും. എന്നിട്ട് അവരെങ്ങനെ നടന്നു പോവായിരിക്കും. അപ്പൊ മിഡോരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അടുത്ത എന്താണാവോ അവള് ചെയ്യാൻ പോണേ, എനിക്ക് സമാധാനം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ അവര് പോയിട്ട് അവള് കൂട്ടിയിട്ട് പോകുന്ന സ്ഥലം ഈ സ്വിമ്മിങ് സൂട്ടൊക്കെ വാങ്ങിക്കില്ലേ, അങ്ങനത്തെ ഒരു കടയിലായിരിക്കും കൂട്ടിയിട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ മിഡോരി വിചാരിക്കുന്നുണ്ടാവും, ദൈവമേ അവളെന്തിനാ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നേ. അപ്പൊ നമ്മുടെ സേജിയും ചോദിക്കും അവളുടെ അടുത്ത്, നീ എന്തിനാ ഈ സമയത്ത് ഈ സ്വിമ്മിങ് സൂട്ടൊക്കെ വാങ്ങിക്കുന്നേ, ഇത് സമ്മർ ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അവള് പറയും, ഇല്ല എന്റെ ഫ്രണ്ടിന്റെ ഒരു സ്പാ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവള് കയറി പോയിട്ട് കുറെ ഡ്രസ്സ് അവൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സേജ് പറയും, അയ്യോ എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോവാന്നൊക്കെ പറയും. അപ്പൊ അവള് പറയാണ്, നമുക്ക് വേഗം പോവാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആലോചിക്കുകയാണ്. അവള് ഈ ദിവസത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യും, മാഗസീനിൽ വരുന്ന പോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവള് നോക്കി പഠിച്ചിട്ടുണ്ടാവും, അവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവള് ഓരോ ഡ്രസ്സ് ഇട്ട് സേജിനെ കാണിക്കും. സേജി ആണെങ്കിൽ ഈ ഡ്രസ്സ് കൊള്ളാം, വാ നമുക്ക് പോവാം, പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയും. അപ്പൊ അവള് വന്നിട്ട് പറയും, എനിക്ക് ഇങ്ങനത്തെ നിറയെ ഡ്രസ്സ് ട്രൈ ചെയ്യാണ്ട്, നീ ഇവിടെ നിൽക്കുന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരി മനസ്സിൽ വിചാരിക്കും, ഇവനെ കഴിഞ്ഞും ക്രൂരനായിട്ടുള്ളത് ഈ ലോകത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് കരുതും. എന്നിട്ട് സേജി പറയും, ഇനി എന്തായാലും എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, എന്റെ വിശപ്പടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അവളുടെ അടുത്ത് പറയും. അവൾക്കാണെങ്കിൽ ദേഷ്യം കയറിയിട്ട് അവൾ പറയും, ഇത് പേ ചെയ്യുന്നവരെ ഒന്ന് നിൽക്കുമോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് കാറും. എന്നിട്ട് പേ ചെയ്തിട്ട് അവരവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് അവരങ്ങനെ നടന്നു വരുമ്പോ അവള് പറയും, ഇന്ന് നല്ല തണുപ്പുള്ള ദിവസമാണല്ലേ എന്ന് പറയും. അപ്പൊ അവൾ എന്ന് പറഞ്ഞിട്ട് നോക്കും. അപ്പൊ അവൾ എന്താ മനസ്സിൽ കരുതിയിരിക്കണേന്ന് വെച്ചാൽ, ഇങ്ങനെ തണുപ്പല്ലേ. അവൾ അങ്ങനെ അടുത്ത പ്ലാൻ എടുക്കുമ്പോഴത്തേനും തേജ് പറയും, നിന്റെ ഡ്രസ്സിന്റെ മുകളിൽ ഒരു ബഗ് ഉണ്ടെന്ന് പറയും. അപ്പൊ നോക്കുമ്പോ ഒരു ചെലന്തി. അവൾ അവിടെ കിടന്ന് സേജിന്റെ ചുറ്റും ഓടി. അപ്പൊ നമ്മുടെ മിഡോരി പറയും, ശരിക്കും എനിക്ക് ആ കൊച്ചിന്റെ അടുത്ത് പോയിട്ട് സോറി ചോദിക്കാനാ തോന്നുന്നേന്ന് പറയും. നീ എന്തിനാ ചെറിയൊരു ചെലന്തിനെ കണ്ടിട്ട് ഇത്രയധികം നീ പേടിക്കണേന്ന് ചോദിക്കും. അങ്ങനെ അവര് വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് സേജ് പറയും, താങ്ക്സ് എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനൊക്കെ പറയും. എന്നിട്ട് സേജ് ചോദിക്കും, നിന്റെ വീട്ടിലുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കും. അപ്പൊ അവള് പറയും, വീട്ടിലുള്ളവരൊക്കെ ഒരു ടൂർ പോയിരിക്കുകയാണ്, വീട്ടിലാരും ഇല്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരിക്ക് ശരിക്കും ടെൻഷൻ ആവും. ശരിക്കും അവൾ എന്താ ചെയ്തിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ കുറെ മാസത്തെ ചെലവിന് കൊടുക്കുന്ന കാശൊക്കെ അവളെടുത്ത് ശേഖരിച്ച് വെച്ച് കൂട്ടി വെച്ചിട്ട്, ഇങ്ങനത്തെ ഒരു ദിവസം എന്തായാലും കിട്ടും, അന്ന് നമുക്ക് യൂസ്ഫുൾ ആക്കാന്ന് പറഞ്ഞിട്ട് അവള് പൈസയൊക്കെ എടുത്ത് വെച്ച് അവളുടെ ഫാമിലിനെ ദൂരെയുള്ള ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കും. അവൾ അവളുടെ റൂമിൽ കൊണ്ട് ഇരുത്തും. എന്നിട്ട് ഈ സേജിയും മിഡോരിയും കൂടെ കൂടിയിട്ട് അവളുടെ റൂം മൊത്തം ഇങ്ങനെ ചുറ്റിയിരുന്ന് നോക്കുകയാണ്. എന്നിട്ട് സേജ് പറയാണ്, ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞ് അവള് നല്ല ഗേളിയാണ്, ഞാൻ അവൾ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് പറയും. അത് ശരി തന്നെയെന്ന് മിഡോരിയും പറയും. ആ റൂമിൽ അവര് നോക്കുമ്പോൾ ഫുള്ള് മാങ്ക ബുക്സും ടെഡി ബിയറും അങ്ങനെ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അങ്ങനെ മിഡോരി പോയിട്ട് ആ ടേബിളിൽ ഇരിക്കുന്ന ടെഡി ബിയറിനെയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടാവും. അപ്പൊ അവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഞാൻ സ്കൂളിൽ ഒരിക്കലും ഇവളിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അവള് ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ടല്ലേ ഇരിക്കുക. അപ്പൊ അവൻ അതിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ആലോചിച്ചിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേന് ആ ടേബിളിനകത്ത് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാവും. ആ ഫോട്ടോ ഫ്രെയിമിനകത്ത് ഇവളുടെ ഫ്രണ്ടും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും, ബാക്കിൽ സേജ് നിൽക്കുന്നുണ്ടാവും. അപ്പത്തേനും അവള് ജ്യൂസ് എടുത്തിട്ട് വരും. എന്നിട്ട് അവൾ അവിടെ കിടന്ന് കാറും, നീ എന്തിനാ ഈ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കാറും. അപ്പൊ സേജ് പെട്ടെന്ന് പറയും, ആ പിക്ചറിനകത്ത്
ഫോട്ടോയ്ക്കകത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കിയതാന്ന് പറയും. എന്നിട്ട് പിന്നെ അവൾ അവിടെ കിടന്ന് കാറും. ആ ഫോട്ടോയില് നീ യാദൃശ്ചികമായിട്ട് വന്നതാണ്. അല്ലാണ്ട് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് കാറിയിട്ട് അങ്ങനെ സൈലന്റ് ആവും. ഞാൻ അതുകൊണ്ട് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ സൈലന്റ് ആയിട്ട് അവളിങ്ങനെ ഇരുന്ന് ആലോചിക്കും. അവളുടെ മനസ്സിന്റെ ഉള്ളിൽ അവിടെ കിടന്ന് കാറണ പോലെ. എനിക്ക് ശരിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ എടുത്തതെന്ന് പറഞ്ഞിട്ട് അവൾ മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് അവിടെ കാറുണ്ടാവും. അപ്പൊ അവിടെ കിടന്ന് സേജിയും കാറണ പോലെ അവള് വിചാരിക്കും. എനിക്ക് ശരിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. എനിക്ക് നിന്റെ ഒപ്പം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു അവനും അവിടെ കിടന്ന് കാറണ പോലെ അവള് വിചാരിച്ചോണ്ടിരിക്കും. എന്നിട്ട് പെട്ടെന്ന് അവള് റിയാലിറ്റിയിലേക്ക് തിരിയും. എന്നിട്ട് അവള് വിചാരിക്കും, ഓ ശരിക്കും നാച്ചുറൽ ആയിട്ട് സംഭവിക്കേണ്ട കാര്യമായിരുന്നു. ഞാനത് ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവള് അവിടെ കിടന്ന് പറയും. അപ്പൊ നമ്മുടെ സേജ് അടുത്തിരുന്ന് ചോദിക്കും, നീ ശരിക്കും ഓക്കെ തന്നെയാണോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവള് താഴെ വീഴുന്ന ആ ജ്യൂസൊക്കെ തുടച്ചിട്ട് അവളിങ്ങനെ വിചാരിക്കും, ഇനി എന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. എനിക്കിനി ചാൻസേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവള് തിരിഞ്ഞിട്ട് സേജിന്റെ അടുത്ത് പറയും, സേജി എന്റെ മേല് ഫുള്ള് ഡേർട്ടി ആയി, ഞാൻ പോയി കുളിച്ചിട്ട് വരാന്ന് പറയും. അപ്പൊ അവൻ ആ ശരി എന്ന് പറയും. എന്നിട്ട് അവള് പറയും, നിനക്ക് ബാത്റൂമിലേക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി, അവിടെ ബാത്റൂം ഉണ്ട്, അത് യൂസ് ചെയ്തോളാൻ പറയും. എന്നിട്ട് നമ്മുടെ മീറ്റോരി പറയും, പാവാ കൊച്ച് എന്ന് പറയും. അപ്പൊ സേജ് ചോദിക്കും, നീ എന്തിനാ അങ്ങനെ പറയണേന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ പറയും, എന്നോട് ചോദിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ചിരിക്കും. എന്നിട്ട് അവളിങ്ങനെ കുളിച്ചോണ്ടിരിക്കുമ്പോ ആലോചിക്കുകയാണ്, അന്ന് എന്നെ സ്കൂളിൽ നിന്ന് അവൻ രക്ഷിച്ച തൊട്ട് എന്റെ മനസ്സിൽ സേജ് മാത്രമേ ഉള്ളൂ. ഞാൻ അവന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പ്ലാൻ ഇടുന്നുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. എന്താണാവോ കാര്യം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആലോചിക്കുകയാണ്. ബാത്റൂമിലേക്ക് പെട്ടെന്ന് അവൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് നേക്കഡ് അല്ലേ. അപ്പൊ അങ്ങനെ കാണുമ്പോഴത്തേനും പെട്ടെന്ന് ഇനി എന്നെ ആര് കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ അവൻ എന്നെ തന്നെ കല്യാണം കഴിക്കാന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് അവളും ഇങ്ങനെ കരുതണം, ഓയ് ഈ ചൂടുവെള്ളത്തിൽ കിടക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുമില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന്റെ വരവും കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അവളിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് സേജി എപ്പോഴാണാവോ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ പതുക്കെ ആ കതവിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് അവള് വിളിക്കുമ്പോഴത്തേനും ഇവള് ഫുൾ ആകാംക്ഷയിൽ സേജി എന്ന് മനസ്സിൽ ഇങ്ങനെ വിളി കേൾക്കും. എന്നിട്ട് സേജി പറയും, ഇത് ഞാൻ തന്നെയാണ്, എന്തെങ്കിലും കരിയുന്നുണ്ടോ? കരിയുന്ന സ്മെല്ല് നിനക്ക് അടിക്കണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവള് ആലോചിക്കുക, കിച്ചണില് അവള് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്ത് കിച്ചണിൽ തന്നെ മറന്നു വെച്ചിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവള് പെട്ടെന്ന് കാറിയിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാണ്ട് അവൾ ആ ബാത്റൂം ഡോറ് തുറക്കുമ്പോഴത്തേന് സേജ് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അവള് നേക്കിഡ് അല്ലേ, അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവള് ബോധം കെട്ട് താഴെ വീഴും. എന്നിട്ട് നമ്മുടെ മീറ്റോരി ആണെങ്കിലും അവിടെ കിടന്ന് കാർ അങ്ങോട്ട് നോക്കാതെടാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കണ്ണ് പൊത്തിക്കൊണ്ടിരിക്കും മീറ്റോരി അവന്റെ. എന്നിട്ട് അവൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഓ സേജി എന്ന് പറയും, അവൾക്ക് എണീക്കാൻ പറ്റാണ്ട്. അങ്ങനെ അടുത്ത് അവൾക്ക് ബോധം തിരിച്ചു വരുമ്പോ അവള് കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അവളുടെ തലയിൽ തുണി നനച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും. അവള് ഫുള്ളായിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ വെച്ച് നല്ല പുതപ്പിച്ച് കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അവള്. അപ്പൊ ആ കട്ടിലിന്റെ അടുത്ത് ഒരു നോട്ട് ഉണ്ടാവും. ആ നോട്ട് നോക്കിയപ്പോ സേജ് എഴുതിയിട്ടുണ്ടാവും, ഞാൻ വീട്ടിലേക്ക് പോവാനുള്ള സമയമായി, ഞാൻ പോവാണ്, നീ എണീക്കണ്ട, റെസ്റ്റ് എടുത്തോ, ഫുഡ് കുറച്ച് കരിഞ്ഞു പോയി പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചു, ബായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവളിങ്ങനെ വിചാരിക്കും, ആ മനുഷ്യൻ അങ്ങനെ വിചാരിച്ച് അവൾക്ക് ഭയങ്കര സന്തോഷമാവും ആ ലെറ്റർ കാണുമ്പോഴത്തേനും. അപ്പോഴാണ് പിന്നെ അവളിരുന്ന് ആലോചിക്കുന്നത്, അയ്യോ ഞാൻ കുളിക്കുന്ന സ്ഥലത്തിലായിരുന്നില്ലേ, ഞാൻ ഫുള്ള് നേക്കഡ് ആയിരുന്നില്ലേ, പിന്നെ ഇങ്ങനെ ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഒരുമാതിരി ബോധം കെട്ട പോലെ അവൾ അവിടെ കിടക്കും. എന്നിട്ട് അവൾ അവിടെ കിടന്ന് കാറുകയാണ്, ഓ ഞാൻ ഇനി എങ്ങനെ നാളെ അവനെ ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് അങ്ങനെ ഇരുന്ന് കരയുകയാണ്. അങ്ങനെ സേജിയും മിറ്റോരിയും കൂടെ കൂടിയിട്ട് വീട്ടിലോട്ട് തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സേജി ഇങ്ങനെ പറയണം, എന്തായാലും ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നത് കൊണ്ട് കുഴപ്പമൊന്നും പറ്റില്ല, എന്തായാലും അവള് ഓക്കെ ആയിക്കോളും എന്ന് ഇങ്ങനെ മിറ്റോരിന്റെ അടുത്ത് പറയാണ്. അപ്പൊ മിറ്റോരി പറയുന്ന, അത് കുഴപ്പമൊന്നുമില്ല, അവള് ശരിക്കും ഓക്കെ ആയിക്കോളും, എന്തായാലും നീ ചെയ്തതെല്ലാം നന്നായിരുന്നു എന്ന് പറയും. അങ്ങനെ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ മിറ്റോരി പറയും, നീ അങ്ങനെ നല്ല കാര്യം ചെയ്തതിന് എന്തിനാ നീ നാണിക്കണേന്ന് ചോദിക്കും. അപ്പൊ മിറ്റോരി ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മുടെ സേജ് ചോദിക്കും, നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ മിറ്റോരി ചോദിക്കും, നമുക്ക് ചെറിയൊരു വാക്കിന് പോയാലോ, പോവാ നമുക്ക് എന്ന് ചോദിക്കും. അപ്പൊ സേജ് പറയും, ഈ ദിവസം ഫുള്ള് നമ്മൾ നടക്കുകയായിരുന്നില്ലേ, ഇന്ന് നടക്കണോന്ന് ചോദിക്കും. അപ്പൊ മിറ്റോരി പറയും, എനിക്ക് നിന്റെ ഒപ്പം മാത്രം നടക്കണം എന്ന് പറയും. അപ്പൊ സേജ് പറയും, സോറി, എന്നെ കൊണ്ട് എന്തായാലും ഒന്നും നടക്കാൻ പറ്റും തോന്നുന്നില്ല, അവള് വെച്ച ഫുഡാണെങ്കിൽ കരിഞ്ഞും പോയി, എന്റെ കാലും വേനിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ മിറ്റോരി പറയും, വീട്ടിൽ പോയ ഉടനെ നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയും. അപ്പൊ നമ്മുടെ സേജിക്ക് ഫുഡ് എന്ന് കേട്ടാൽ വേറെ ഒന്നും വേണ്ടല്ലോ. സേജ് എന്നിട്ട് ഹാപ്പി ആയിട്ട് ഓടും അവളെ വെച്ചിട്ട്. അവളിങ്ങനെ രണ്ട് കൈയും പൊക്കി പിടിക്കും. എന്നിട്ട് അവള് പറയും, താങ്ക് യു സേജി എന്ന് പറയും. അപ്പൊ അവിടെ അടുത്തുള്ള ഒരു പാർക്കിലായിരിക്കും അവള് കൂട്ടിയിട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ സേജി ചോദിക്കും, ഇത് ഞാൻ ചെറുപ്പം തൊട്ടേ വരുന്ന പാർക്കാണല്ലോ ഈ സിറ്റിയിൽ എന്ന് പറയും. അപ്പൊ മിറ്റോരി പറയും, എനിക്ക് ഈ പാർക്ക്
പാർക്ക് ഭയങ്കര ഇഷ്ടാണ്. ഈ സിറ്റിയിൽ വെച്ച് എനിക്ക് ഈ പാർക്ക് ഭയങ്കര ഇഷ്ടാണെന്ന് പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡോരിക്ക് സെയ്ജിനെ ഇഷ്ടാവുമ്പത്തേനും അവന്റെ അടുത്ത് പറയണമല്ലോ ഇഷ്ടാണെന്നുള്ള കാര്യം. ആ ഫീലിങ്സ് പറയാൻ വേണ്ടിയിട്ട് അവൾ ഇവിടെയായിരിക്കും ഫസ്റ്റ് വന്നിട്ടുണ്ടാവുക. അപ്പൊ മിഡോരിക്ക് അത് പറയാൻ പറ്റുണ്ടാവില്ല. മിഡോരി പോവുകയും ചെയ്യും. പിന്നെ അവളിങ്ങനെ കരുതിയില്ല. അവള് രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് അവൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതൊരു ഉയരമുള്ള പാർക്കായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻറ്റയർ സിറ്റി ലൈറ്റ് വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ടാവും രാത്രി. അപ്പൊ അവരതിങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ മിഡോരി ഇങ്ങനെ ഹാപ്പി ആവും. എന്തായാലും ഇത് നടന്നല്ലോ ദൈവമേ, എനിക്ക് നല്ല സന്തോഷായി, ഇങ്ങനെ നിൽക്കാൻ പറ്റിയല്ലോ എന്ന് പറയും. അപ്പൊ തേജ് പറയും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ആദ്യം എന്താ പറയുന്നതെന്ന് ആലോചിച്ച് തന്നെയാണോ പറയണേന്നൊക്കെ ചോദിക്കും. എന്നിട്ട് സേജ് അവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് മിഡോരിനെ വലിച്ചോണ്ട് ഇങ്ങനെ നടന്നു പോവുമായിരിക്കും. അപ്പൊ മിഡോരി പറയും, നിക്ക് നിക്ക്, ഒരു കുറച്ചു നേരം കൂടെ നമുക്ക് ഇവിടെ നിന്നിട്ട് പോവാന്ന് പറയാം. എന്നിട്ട് സേജ് സമ്മതിക്കാണ്ട് അങ്ങനെ നടന്നു പോവും മിഡോരിനെ വലിച്ചോണ്ട്. എന്നിട്ട് സേജ് പറയും, നിനക്ക് വേണമെങ്കിൽ നീ തനിച്ചു പോയി നിന്ന് കണ്ടോ കുറെ നേരം, വാ നമുക്ക് പോവാന്ന് പറയും. പെട്ടെന്ന് അവിടെ ഉള്ള ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടാവും. അതിന്ന് അങ്ങനെ വെള്ളം വരും. അപ്പൊ രണ്ടുപേരും അതങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ അവരതിങ്ങനെ ആ ഫീലിൽ അങ്ങനെ നിന്ന് നോക്കി നിൽക്കും. എന്നിട്ട് അവളിങ്ങനെ ഡയറി എഴുതുകയാണ്. ഇന്ന് ഡേ ഫുള്ള് ഭയങ്കര ഡ്രാമയായിരുന്നു. ടാക്കൊക്കെ ഫുള്ള് അറ്റാക്ക് ആയിരുന്നു. ടാക്കൊക്കെ സേജീന്റെ അടുത്ത് എങ്ങനെയും ഇഷ്ടമാണെന്ന് പറയണമെന്ന് കരുതി അവള് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് പോയ സ്ഥലങ്ങളെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അവൾ എന്താ ചെയ്യാൻ പോണേ, അവിടുന്ന് എങ്ങനെ സേജിനെ രക്ഷിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞ് ആലോചിച്ച് അവൾക്ക് ഇന്നുള്ള ഡേ മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഡയറിയിൽ ഇങ്ങനെ എഴുതുണ്ടാവും. എന്നിട്ട് അവൾ ആ ഡയറി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാണ്. എന്തായാലും അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സേജിന്റെ ഒപ്പം ഒരുമിച്ച് നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അതെന്റെ ബെസ്റ്റ് മെമ്മറിയാണ് എന്നൊക്കെ പറയും അവൾ ആലോചിക്കും. എന്നിട്ട് സേജിനെ നോക്കിയിട്ട് അവൾ അങ്ങനെ കിടന്നുറങ്ങും. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് വഴിയായിട്ട് എന്നെ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.